ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളൂ, A+ വാങ്ങിയ വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ സമൂഹത്തിൽ ചരിത്രം സൃഷ്ടിച്ചത് എന്നല്ല, ചരിത്രം സൃഷ്ടിച്ചവരിൽ പലരും ഭൂരിപക്ഷം ആൾക്കാരും A+ വാങ്ങിച്ചിട്ടില്ല. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. സച്ചിൻ തെണ്ടുൽക്കർ ഫുൾ A+ ഉണ്ടായിരുന്നു, മെസ്സിക്ക് A+ ഉണ്ടായിരുന്നു, റൊണാൾഡോയ്ക്ക് A+ ഉണ്ടായിരുന്നു, നമ്മുടെ മോഹൻലാലിന് A+ ഉണ്ടായിരുന്നു, നമ്മുടെ മമ്മൂട്ടിക്ക് A+ ഉണ്ടായിരുന്നു. പൃഥ്വിരാജിന് ഇല്ല, A+ ഫുൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഉണ്ടാവും ചില മാർക്കുകളൊക്കെ. ആർക്കാണ് A+ ഉണ്ടായിരുന്നത്? നമ്മുടെ ഗായകൻ യേശുദാസിന് ഫുൾ A+ ഉണ്ടായിരുന്നു, ചിത്രചേച്ചിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യരിൽ ഫുൾ A+ കിട്ടിയ IM വിജയൻ A+ ഉണ്ടായിരുന്നു. എന്തിന് കേരള പോലീസിന്റെ തലപ്പത്തുള്ള നമ്മുടെ P. വിജയൻ 10ാം ക്ലാസ്സിൽ എത്ര ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം പാസ്സാവുന്നത്. പിന്നീട് അദ്ദേഹം IPSലേക്ക് തിരിച്ചു വരുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കുക, A+ വാങ്ങിയവരല്ല ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. ചരിത്രം സൃഷ്ടിച്ച മനുഷ്യരാരും, ഒരുപക്ഷെ ഭൂരിപക്ഷം മനുഷ്യരും A+ വാങ്ങാത്ത മനുഷ്യരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് A+ വാങ്ങാത്ത എല്ലാ വിദ്യാർത്ഥികളും കരുതിയിരിക്കുക. നിങ്ങൾ A+ വാങ്ങാത്ത മനുഷ്യർ കാണുന്ന ചിലത് കാണും, അവർ അറിയാത്ത ചിലത് നിങ്ങൾ അറിയും.